പക്ഷെ ഐ ഓൾവേസ് ബി ആൻ ആക്ടിവിസ്റ്റ്. എൻ്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ എപ്പോഴും ഒരു ആക്ടിവിസ്റ്റ് തന്നെയായിരിക്കും. അത് മാറുന്നിടം വരെ. കാര്യം ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആ സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പുറത്ത് നിന്ന് നിങ്ങളതൊന്ന് മാറ്റിക്കൂടെ, നിങ്ങൾക്ക് മാറ്റിക്കൂടെ എന്ന് പറയുന്നതിനേക്കാളും ഞാനായിട്ട് ഇറങ്ങി തിരിച്ച് മാറ്റിയല്ലേ, എൻ്റെ വീടല്ലേ, അപ്പം ഞാൻ ക്ലീൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇറ്റ് ഇസ് മൈ ഹൗസ്, ഐ വിൽ ഓൾസോ ക്ലീൻ ഇറ്റ്. ഐ വിൽ മേക്ക് അതേഴ്സ് ഓൾസോ പിക്ക് അപ്പ് ദെയർ ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അത് വാഷിംഗ് മെഷീനിൽ ഇത് ചെയ്യൂ എന്ന് പറയുന്ന പോലെ വിൽ ഓൾവേസ് ഡു ദാറ്റ്. സോ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുവരെ എനിക്ക് ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിൽ കവിഞ്ഞ് മറ്റേതിലേക്ക് പോകുമ്പോൾ ഞാൻ മെച്ചമായിട്ടുള്ള ഒരു അഭിനയം ഞാൻ പ്രകടിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരുപക്ഷെ ഇലക്ഷൻ്റെ ടൈമിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് പാർവതി ഒരിക്കൽ പ്രെഡിക്റ്റ് ചെയ്തത്. അങ്ങനെയാണോ സംഭവിക്കുക? അതുവരെ കാത്തിരിക്കണോ? അതുപോലും ഉണ്ടായില്ലല്ലോ. ആസ് ഇൻ ദ ഫാക്ട് ഇസ് ദാറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒരു ബലൂണിൽ നിന്ന് കാറ്റ് പോണ പോലെയായിരുന്നു. അപ്പൊ സഡൻലി ലൈക്ക് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ടോണിലേക്ക് പോയി കാര്യങ്ങൾ. അത് നിങ്ങളോട് നമ്മളിത് പബ്ലിഷ് ചെയ്യുന്നു തന്നെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ എന്താ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഹ്യൂമൻ ബീങ് എന്ന നിലയിലും ഞാൻ ഇനി പറയില്ല അതിൻ്റെ കാര്യം. അവരുടെ ചെയ്തികളോ ചെയ്തിയില്ലായ്മകളോ ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഓൺ ദെം ആൻഡ് ഐ ബിലീവ് ജേർണലിസ്റ്റ് ഷുഡ് ആസ്ക് ദെം ദ ക്വസ്റ്റ്യൻസ്. അബ്യൂസ് ഏറ്റെടുക്കേണ്ടതും നമ്മൾ, അതിന് അവർ ചെയ്യാത്ത ജോലിനെ പറ്റിയിട്ടുള്ള കമൻറ്റ് ചെയ്യേണ്ടതും നമ്മൾ. ദാറ്റ്സ് എ ലിറ്റിൽ അൺഫെയർ, isn't it? Like we have to go through the abuse, we have to survive the abuse and we have to be the ones who are still answerable. അവർ ഇറക്കില്ലല്ലോ, നിങ്ങൾക്ക് എന്താ പറയാനില്ല, അവരോട് ചോദിക്കുക, അവരെന്താ ഇറക്കാത്തെ. Be our voice also to keep asking them the right questions. Even അവർ ആൻസർ ചെയ്തില്ലെങ്കിൽ ആ ആൻസർ ചെയ്യാത്തതാണ് അവരുടെ ആൻസർ. ദാറ്റ് ഷോസ് അസ് അവരുടെ ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മ എന്താണ് എന്നുള്ളത്. സോ ഫോർ മീ അറ്റ് ദിസ് പോയിന്റ് എന്താ, ദേ ആർ റിവീലിംഗ് ഹൂ ദേ ആർ. അവർ ചെയ്യും എന്ന് പറഞ്ഞു. വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള സ്പേസസിൽ മാത്രം അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഗ്യാസ് ലൈറ്റിംഗ്. നമ്മളങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തോന്നിയതാണെന്നൊക്കെ. ആ സ്പേസിലേക്കൊക്കെ ചെല്ലുമ്പോൾ യു ഷുഡ് ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സേ ഓക്കെ, യു ആർ ടെല്ലിംഗ് പീപ്പിൾ ഹൂ യു ആർ. പാർവതി ഓരോ പ്രാവശ്യം ഇത് പുഷ് ചെയ്യും തോറും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും. പാർവതിയുടെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, അത് നിരാശാജനകമാണെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരും. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിട്ടുകളയും. ഇതാണ് തുടരുന്നത്. ഇതാണ് ഇപ്പൊ ചോദ്യങ്ങൾ എവിടേക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. നിരന്തരം ഇപ്പം നമ്മുടെ മറ്റേ ഫോർത്ത് എന്ന് പറയുന്ന പില്ലർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജേർണലിസ്റ്റിലെ സപ്പോർട്ട് ഒരുപാട് കലക്റ്റീവിനും എനിക്കും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് റോങ് ആയിട്ടും പോയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ we can't do all the work unless and until we have the support of the journalists. Because if the politicians are not asked the questions again and again and again and again,